ആയിരിക്കും അല്ലയോ? ഏതായാലും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇതെങ്ങനെ ഒപ്പിച്ചു? തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ആ സുലൈമാനെ ആശ്രയിക്കേണ്ടി വന്നു. ഞാൻ ഇറങ്ങുവട്ടെ. സാരമില്ല, എല്ലാം ശരിയാവും. അച്ഛനും മക്കൾക്കൊന്നും എഴുന്നേക്കുണ്ടായോ? മോനേട്ടാ, ഇന്ന് എന്താ ദിവസം എന്നറിയോ? ഇന്ന് ഞായറാഴ്ചയല്ലേ? മണ്ണാങ്കട്ട. ഇന്ന് സൂര്യമോളുടെ ബർത്ത്ഡേയാ. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോണം. എന്നിട്ട് നീ എന്താ നേരത്തെ പറയാഞ്ഞേ? ഞാൻ 2 ആഴ്ച മുമ്പ് തൊട്ട് പറയുന്നതാ. എന്നിട്ടിപ്പോ ചോദിക്കുന്നതായിട്ടില്ലേ എന്താ പറയാത്തേന്ന്? ഓ, ഞാൻ ഓർക്കുന്നില്ല. അതെങ്ങനെയാ മോഹനേട്ടന്റെ തലയിൽ ഇപ്പൊ 100 കൂട്ടം കാര്യങ്ങളല്ലേ. അക്കൂട്ടത്തിൽ ഇത്തരം ചെറിയ കാര്യങ്ങൾ എങ്ങനെ ഓർക്കാനാ? ഹാപ്പി ബർത്ത്ഡേ ടു യു. എണീക്ക്. പിറന്നാൾ എണീറ്റ് പോയി കുളിക്ക്. നീ അമ്പലത്തിൽ വരുന്നില്ലേ? ഓ, ഞാൻ വരുന്നില്ല. നിങ്ങൾ അച്ഛനും മക്കളും കൂടെ അങ്ങ് പോയാ മതി. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. അമ്മ, പായസം ഉണ്ടോ ഇന്ന്? നല്ല സൂപ്പർ സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട്. പോരാ, അടപ്രഥമനും വേണം. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ 4-5 പേര് കൂടി ഉണ്ടാവും. അപ്പൊ മോനേട്ടൻ വെറുതെ പറഞ്ഞതാ പിറന്നാളിന്റെ കാര്യം മറന്നുപോയെന്നല്ലയോ? വേറെ എന്ത് മറന്നാലും ഞാൻ അത് മറക്കോടി പുത്തൂസേ. ഞാൻ ഇന്നലെ അവൾക്ക് ഒരു ജോഡി ഡ്രസ്സും വാങ്ങിക്കൊണ്ടാ വന്നത്. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. നീ ആ അലമാര ചെന്ന് നോക്ക്. ഞാനൊന്ന് നോക്കട്ടെ. എന്നാലും മോഹനേട്ട ആള് കൊള്ളാലോ. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. പറഞ്ഞാ പിന്നെ അതിന്റെ സർപ്രൈസ് അങ്ങ് പോയില്ലേ? എപ്പോഴാ അച്ഛാ കേക്ക് മേടിക്കുന്നേ? കേക്കൊക്കെ അച്ഛൻ മേടിച്ചു വെച്ചിട്ടുണ്ട് മോളെ, കേട്ടോ? അപ്പൊ ഇന്ന് എന്റെ വക എല്ലാവർക്കും അടിപൊളി സദ്യ. ഓക്കേ. ആംബുലൻസ് എങ്ങോട്ടാ പോകുന്നത്? അത് വലത്തോട്ടാണല്ലോ പോയത്. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. പോയിട്ട് വാ. എന്താ പ്രശ്നമെന്ന്. ആംബുലൻസ് പോകുന്ന കണ്ടില്ലേ? ആ സുധാകരനെ കൊണ്ടുവന്നതാ. മരിച്ചുപോയി. അയ്യോ, അയാളെ പിടിച്ചോ. മോളിൽ കൂടെ ഇറങ്ങിക്കേ. വന്നേ, നടക്ക്. അവിടെ ഇരിക്കേ. ചേട്ടാ, 5 ചായ. സുധാകരൻ എന്നാ മരിച്ചത്? മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായെന്ന് കേട്ടെ. ആരോ കൊന്നേനാ പറയുന്നത്. വെട്ടിയും പണം എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉടുതുണി മാത്രമുണ്ട് മിച്ചം. എംബസിക്കാര് കയറ്റിവിട്ടതാ. ബോഡി ആരാ കൊണ്ടുവന്നത്? 3-4 കൂട്ടുകാരാ. എന്താ അമ്പലത്തിൽ പോയില്ലേ? നീ കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. എന്ത് പറ്റി മോഹനേട്ടാ? എനിക്ക് എന്തോ ഒരു തലചുറ്റല് പോലെ. ശരീരം മൊത്തം ഒരു വല്ലായ്മ. അതെന്താ? എന്തെങ്കിലും പ്രത്യേകിച്ച്? അല്ല, സുധാകരേട്ടൻ മരിച്ചുപോയി. എന്റെ ഈശ്വരാ, നമ്മൾ ഇനി എന്ത് ചെയ്യും? ആ സുലൈമാന്റെ പൈസ ഞാൻ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നമ്മുടെ മക്കളുടെ കാര്യം ഓർക്കുമ്പോഴാ. എന്താ ഹേമേ, നിനക്ക് എന്തു പറ്റി? ഞാനൊരു ദുസ്വപ്നം കണ്ട് ആകെ പേടിച്ചു പോയി. നീ അതും ഇതൊന്നും ആലോചിക്കണ്ട. ദൈവത്തെ വിളിച്ചോണ്ട് കിടന്നുറങ്ങാൻ നോക്ക്.
ഹലോ, സൂര്യയുടെ വീടല്ലേ? ഹലോ, ഞാൻ സൂര്യയുടെ ടീച്ചറാ. മോള് ക്ലാസ്സിലൊന്ന് തലചുറ്റി വീണു. ഞാനിവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക. എന്താ എന്ത് പറ്റി മോക്ക്? സൂര്യ ഇന്ന് ക്ലാസ്സിൽ തലചുറ്റി വീണപ്പോ മൂക്കിന് അല്പം ബ്ലീഡിംഗ് ഉണ്ടായി. സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് മോൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിരുന്നോ? മൂക്കെന്ത് പറ്റി? മോളെ, ഞാൻ സൂര്യയുടെ അച്ഛനാ. മുമ്പ് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ, ഒന്നും ഉണ്ടായിട്ടില്ല. ഈ സിംറ്റംസ് കാണിക്കുന്നത് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണമാണ്. നാളെ 22-ാം തീയതിയല്ലേ? മെഡിക്കൽ കോളേജിൽ ഡോക്ടർ റോയി മാത്യു വരും. അദ്ദേഹത്തെ കൂടി ഒന്ന് കാണിക്കൂ. എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ. ഇങ്ങനെ അപ്സെറ്റ് ആവണ്ട മോഹൻ. അസുഖം ആർക്കും വരാമല്ലോ. അത് ചികിത്സിച്ച് മാറ്റാനാ ഞങ്ങളെപ്പോലുള്ളവർ. ദാ, മോൾക്ക് ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്പം മയക്കത്തിലാ. കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം. ഒന്ന് വെയിറ്റ് ചെയ്യൂ. കോൺട്രാക്ട് സാറേ, സലാമുണ്ട്, സലാം. സുലൈമാൻ, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഞാൻ കാശ് തരാം. എനിക്ക് അല്പം സാവകാശം തരണം. എടാ, ആണുങ്ങളായാൽ കുറച്ച് വ്യവസ്ഥ വേണം. 1-2 രൂപയല്ല നിന്റെ തന്നെ വാങ്ങിയത്. 7 ലക്ഷമാ പലിശ സഹിതം, അറിയില്ലേ? ഇപ്പൊ ഇതാ ഇതെല്ലാം കൂടെ വീട് ഒന്ന് പോയി. ഞാൻ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരും. അതിന് നിങ്ങൾ ഇവിടെ ഗുണ്ടായുസം കാണിക്കണ്ട. ഇവിടെ എന്റെ ഭാര്യയും മക്കളും ഉള്ളതാ. നിങ്ങളിപ്പോ പോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. വിളിക്കടാ, വിളിക്കടാ പോലീസിനെ. ഏത് പോലീസിനാണോ നിനക്ക് വിളിക്കേണ്ടത്? പോലീസിനെ വിളിക്കാൻ പോയല്ലേ? വിളിക്കടാ. നാളെ സന്ധ്യയ്ക്ക് മുമ്പോ എന്റെ പണം എന്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ സുലൈമാൻ വീണ്ടും വരും നിന്നെ മയ്യത്താക്കാൻ. ഓർത്തിരുന്നോ? വരണ. ഹേമേ, എന്താ? മോഹനേട്ടാ, സഹിക്കാൻ പറ്റാത്ത വേദന. സാരമില്ല, കിടന്നു. കുറച്ചു കഴിയുമ്പോൾ ഡോക്ടറെ കാണാൻ പോവാം. തൽക്കാലം അടുക്കളയിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. അയ്യോ, മഞ്ഞപ്പൊടിയാണല്ലോ. മുളക് പൊടി. ഈ തേയില എവിടെ പോയി? പുളി. ഹേമേ, ദാ ചായ. ഇപ്പൊ വേണ്ട. കരയാതെ, എല്ലാം ശരിയാവും. മോളെ, സൂര്യ,
എഴുന്നേൽക്ക്, ഇന്ന് അച്ഛൻ കുളിപ്പിക്കാം. ഇന്ന് വരുന്നില്ല. എന്താ അച്ഛാ? നമുക്ക് ഡോക്ടറെ കാണാൻ മെഡിക്കൽ കോളേജിൽ പോണ്ടേ മോളെ? ഹേമേ, ഞങ്ങൾ ഇറങ്ങുക. നിനക്കും കുഞ്ഞിനും കഴിക്കാനുള്ള ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. ശരി, പോയിട്ട് വാ. ഉം. കാശ് വാങ്ങാൻ വേണ്ടി എല്ലാവർക്കും സന്തോഷം ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? അവനൊക്കെ ഇങ്ങെടുക്ക, കേറി പോയിക്കോ. ഇക്ക വിഷമിക്കണ്ട, നാളെ അവന്റെ വീട്ടിലോട്ട് എല്ലാം 2-1. ശരി. ഹേമ ചേച്ചി, ഹേമ ചേച്ചി, സൂര്യ, ഇതെവിടെ പോയി എല്ലാരും?